ഹായ്, ഇഫ്താറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഡിന്നറിനായിട്ടോ ബ്രേക്ക്ഫാസ്റ്റിനോ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പത്തിരിയും ചിക്കൻ കറിയാണ് കാണിക്കുന്നത്. ഈ ഒരു പത്തിരി നമുക്ക് പച്ചവെള്ളത്തിൽ മാവ് നനച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പത്തിരിയാണ്. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ സവാളയും ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട്. ഒരു 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 1.5 കിലോ ചിക്കനാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുള്ളതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ചെറിയുള്ളിയൊക്കെ ഒരു കൈപ്പിടി നിറയെ ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയും പേസ്റ്റൊക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റി തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്നു വന്നപ്പോൾ ഇതിലേക്ക് ഇനി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളകിൻ്റെ പൊടി, പിന്നെ വലിയ ജീരകം പൊടിച്ചിട്ടുള്ളതും കുറച്ച് ഗരം മസാലയാണ് ചേർക്കുന്നത്. സാധാരണ ഞാൻ ചിക്കൻ മസാല ചേർക്കാറില്ല. ഇപ്പോൾ കുറച്ച് ചിക്കൻ മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണൊക്കെ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് ചിക്കനും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇനി തിളച്ച വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ കുക്കറിൽ വേവിക്കുമ്പോൾ ഒരു വിസിൽ കേൾപ്പിച്ചിട്ട് പിന്നീട് ഇത് തുറന്നിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കും. അപ്പോൾ ചിക്കൻ കറി റെഡിയാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ അടുത്തേക്കൊക്കെ നൈസ് പത്തിരിയാണ് സാധാരണ ഉണ്ടാക്കുന്നത്. തിളച്ച വെള്ളത്തിലേക്ക് അരിപ്പൊടി ഇട്ടിട്ട് മാവ് റെഡിയാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പച്ചവെള്ളത്തിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു പൊടി വെച്ചിട്ട് ചെയ്യുന്നത്. ബൗളിലേക്ക് ഒരു 2 കപ്പ് മാവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് മാവിലേക്ക് 1.25 കപ്പ് വെള്ളമാണ് ഈ ഒരു പാക്കറ്റിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് കുഴച്ച് മാവ് അയച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഈ മാവൊക്കെ ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതി. അപ്പോൾ ആവശ്യത്തിന് സാദാ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് വേണ്ടത്. ഒരുപാടങ്ങ് അയച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. നമ്മുടെ അടുത്തേക്കൊക്കെ പത്തിരി തയ്യാറാക്കുമ്പോൾ സാധാരണ പ്രസ്സിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് കൈകൊണ്ട് പരത്തുന്നതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് നന്നായിട്ട് അറിയത്തൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അത്യാവശ്യം കനത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ട് ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. ഒരു സൈഡൊന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഒന്ന് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. അത്യാവശ്യം കനം ഉള്ളതുകൊണ്ട് നല്ലപോലെ തന്നെ ഒരു മീഡിയം ലോ ഫ്ലെയിമിന് ഇടയിലാക്കി വെച്ചിട്ട് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു മാവാകുമ്പോൾ ഒരുപാട് നമ്മൾ കുഴച്ചിട്ട് സമയം കളയണ്ട. പിന്നെ കൈ ചൂടാകുന്ന പ്രശ്നവുമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പത്തിരിപ്പൊടി വെച്ചിട്ട് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവും. ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക. നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് തന്നെ വീർത്തൊക്കെ വരുന്നുണ്ട്. പത്തിരിയെല്ലാം ചുട്ടിട്ട് ഇതുപോലെ കാസറോളിലിട്ടിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഒട്ടും തന്നെ തണുത്ത് പോവില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അത്യാവശ്യം കനത്തിലാണ് റെഡിയാക്കിയിട്ടുള്ളത്. എന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ട്. ചിക്കനൊക്കെ വിസിൽ പോയിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ച് കുറച്ച് മല്ലിയിലയും ചേർത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്